ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. KSKTA 38ാമത് തൃശൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 27 ശനിയാഴ്ച വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ നടക്കുമെന്ന് വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തുടനീളം കിടക്കുന്ന തയ്യൽ തൊഴിലാളികളെ 1983 കാലഘട്ടത്തിൽ ആദ്യമായി ഒന്നിച്ചുകൂട്ടി രൂപം നൽകിയതാണ് കേരള സംസ്ഥാന ടൈലേഴ്സ് അസോസിയേഷന്റെ 38ാമത് തൃശൂർ ജില്ലാ സമ്മേളനമാണ് വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ ഫെബ്രുവരി 27 നടക്കുന്നത്. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ പ്രസിഡന്റ് TM യോഹന്നാൻ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന സെക്രട്ടറി സുരേഷ് കുമാർ തയ്യൽ മെഷീൻ വിതരണ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് MV സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ ട്രഷറർ രാജകുമാരൻ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കും. കൗൺസിലർ ശ്രീജ ചന്ദ്രൻ, ജില്ലാ സെക്രട്ടറി ശിവദാസൻ എന്നിവർ പങ്കെടുത്ത് സംസാരിക്കും. മറ്റേതൊരു തൊഴിൽ വിഭാഗങ്ങളെയും അപേക്ഷിച്ച് കൂടുതൽ സമയം തൊഴിലെടുക്കുന്ന തയ്യൽ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ സർക്കാർ അവഗണിക്കുകയാണെന്നും തയ്യൽ തൊഴിലാളികളെ ESI സ്കീമിൽ ഉൾപ്പെടുത്തുക, സീനിയോറിറ്റി അനുസരിച്ച് പെൻഷൻ നൽകുന്ന തയ്യൽ തൊഴിലാളികൾക്ക് പലിശരഹിത വായ്പ അനുവദിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ കേരള സംസ്ഥാന ടൈലേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നുവെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് TM യോഹന്നാൻ, ജില്ലാ സെക്രട്ടറി K ശിവദാസ്, ജില്ലാ ട്രഷറർ P രാജകുമാരൻ, ജില്ലാ കമ്മിറ്റി അംഗം VD ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു. 1983 കാലഘട്ടത്തിൽ ആദ്യമായി ഒന്നിച്ചുകൂട്ടി രൂപം നൽകിയതാണ് KSTA. തയ്യൽ തൊഴിലാളികളുടെ മാതൃസംഘടനയാണത്. ഈ പ്രസ്ഥാനം 1996 തയ്യൽ തൊഴിലാളികൾക്ക് മാത്രമായി ഒരു ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്നപ്പോൾ ഗവൺമെൻറ് നൽകിയ ഉറപ്പുകളൊന്നും പിന്നീട് പാലിക്കപ്പെട്ടിട്ടില്ല. ക്ഷേമനിധിയിൽ ചേർന്ന സീനിയോറിറ്റി അനുസരിച്ചുള്ള അംഗങ്ങൾക്ക് പെൻഷൻ നൽകുമെന്ന് പറഞ്ഞിരുന്നു. അംഗങ്ങൾ അന്ന് 10 രൂപയാണ് അടയ്ക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് അന്ന് 3 രൂപ ഗവൺമെൻറ്റിന് അടയ്ക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. അതൊന്നും നടപ്പാക്കിയിട്ടില്ല. പിന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ തയ്യൽ തൊഴിലാളികളെ ESI സ്കീമിൽ ഉൾപ്പെടുത്തുക, സീനിയോറിറ്റി അനുസരിച്ച് പെൻഷൻ നൽകുക, അല്ലാത്ത വർഷം 5000 രൂപ പെൻഷൻ അനുവദിക്കുക, ഭർത്താവ് മരിച്ച തയ്യൽ തൊഴിലാളി വിധവകൾക്ക് പെൻഷനും വിധവാ പെൻഷനും കൂടി 2 പെൻഷൻ അനുവദിക്കുക, ഡെപ്യൂട്ടേഷൻ നിയമനം അവസാനിപ്പിച്ച് അർഹരായ തയ്യൽ തൊഴിലാളികളുടെ മക്കൾക്ക് ക്ഷേമനിധി ബോർഡിൽ നിയമനം നൽകുക, തയ്യൽ തൊഴിലാളികൾക്ക് പലിശരഹിത വായ്പ അനുവദിക്കുക, ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി കൊടുത്തു തീർക്കുക, രോഗങ്ങൾക്ക് ചികിത്സയ്ക്ക് സർക്കാർ ആശുപത്രികളെ അല്ലാതെ എല്ലാ ആശുപത്രികളെയും പരിഗണിക്കുക, പ്രസവാനുകൂല്യം 15000 രൂപ ഒറ്റ തവണയായി നൽകുക എന്നീ ആവശ്യങ്ങളാണ് സർക്കാരിന് മുന്നിൽ KSTക്ക് അവതരിപ്പിക്കാനുള്ളത്.